വിഴിഞ്ഞം വഴി വിദേശ തുറമുഖങ്ങളുടെ അപ്രമാദിത്വത്തിന് തടയിടാം എന്നതാണ് അതിൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതിക്ക് തുടക്കമിട്ടത് 96-ലാണ്. 1996-ൽ അധികാരത്തിലിരുന്ന ഇ കെ നായനാർ സർക്കാരാണ് തുടക്കമിട്ടത്. മന്ത്രിസഭാ തീരുമാനപ്രകാരം തുറമുഖ സാധ്യത പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു ആ സർക്കാർ. എ കെ ആന്റണി സർക്കാർ പഠനം പൂർത്തിയാകാതെ തന്നെ പക്ഷേ കൊട്ടേഷൻ വിളിക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. പഠനം നടത്താത്തതിനാൽ കൺസോർഷ്യത്തിന് സുരക്ഷാ അനുമതി നിഷേധിക്കപ്പെട്ടു. ആ കാലത്ത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ഈ പ്രശ്നം പരിഹരിച്ച് വീണ്ടും അനുമതി തേടിയത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം അക്കാലത്ത് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നിക്ഷേപകരെ കണ്ടെത്താൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പിന്നീട് സംഘടിപ്പിച്ചു. ലാൻകോ കൊണ്ടപ്പള്ളി കമ്പനി നൽകിയ കൊട്ടേഷൻ അക്കാലത്ത് അംഗീകരിക്കപ്പെട്ടു. അക്കാലത്ത് നിരന്തരം കേൾക്കുന്ന പേരായിരുന്നു ലാൻകോ കൊണ്ടപ്പള്ളിക്ക്. ചൈനീസ് കമ്പനിയുമായിട്ട് പക്ഷേ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം വന്നതോടെ അതിനകത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടായി. ലാൻകോ പിന്നീട് ടെൻഡറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ തുറമുഖ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 40 വർഷത്തേക്ക് കരാർ എന്നതായിരുന്നു അത്. കരാർ നടപ്പിലാക്കാൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് രൂപീകരിച്ചു. വിസിൽ രൂപീകരിച്ചു. പദ്ധതി മേൽനോട്ടത്തിന് ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന എംപവേർഡ് കമ്മിറ്റിയും വന്നു. അക്കാലത്താണ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണ്. 2024 ജൂലൈ 11 മുതൽ വിഴിഞ്ഞത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങി. ഈ സമീപകാലം തൊട്ട് 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. 2024 ഡിസംബർ 3 മുതൽ 2024 ജൂലൈ 11-ാം തീയതി സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പലായിരുന്നു സാൻ ഫെർണാണ്ടോ.